Find the absolute extrema of the function f of xy equal to x square minus 3y square minus 2x plus 6y over the square region with vertices 0, 0, 0, 2, 2, 2 and 2, 0. അപ്പോൾ ഇതിൻ്റെ ഈ റീജിയനിലുള്ള അബ്സല്യൂട്ട് എസ്റ്റിമ ഓഫ് ദ ഈ ഫംഗ്ഷൻ്റെ അബ്സല്യൂട്ട് എസ്റ്റിമ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം ഈ ഫംഗ്ഷൻ എഴുതാം. നമുക്ക് ഫിഗർ വേണം. ഫിഗർ വരയ്ക്കാൻ 0, 0, 2, 0, 2, 2, 0, 2 വെച്ചിട്ട് ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ച് കഴിഞ്ഞിട്ട് എല്ലാ സൈഡിൻ്റെയും എല്ലാ കോർഡിനേറ്റ്സും മാർക്ക് ചെയ്യാതെ എല്ലാ വെർട്ടിസസിൻ്റെയും എല്ലാ സൈഡിൻ്റെ ഇക്വേഷൻ വേണം. എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = 0 ആണ്. y ആക്സിസിൻ്റെ ഇക്വേഷൻ x = 0 ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 2 എന്ന് പറയണം. 2 എന്ന് പറഞ്ഞാൽ പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈനാണ്. y ആക്സിന് പാരലൽ x = 2 വരും. ഇത് y2 എന്ന് പറഞ്ഞത് സ്ട്രേറ്റ് ലൈൻ അല്ല, പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ y = 2 ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ട് പഠിച്ചിട്ടുണ്ട് ഒരു ഇക്വേഷൻ x - x1 x2 - x1 = y - y1 y2 - y1. ഈ രണ്ട് പോയിൻറ്റും അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ x = 2 എന്ന് കിട്ടും കേട്ടോ. ഒരു ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് നോക്കേണ്ടത് ഇൻറ്റീരിയറിൽ ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ടോയെന്നാണ് ഈ ഫിഗറിൻ്റെ ഉള്ളിൽ. അത് കിട്ടാൻ വേണ്ടിയിട്ട് FXും FYയും കാണാം. അപ്പോൾ FX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x - 2 FY എന്ന് പറഞ്ഞാൽ 6y + 6 വന്നു. അത് രണ്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ പോയിൻ്റ് ആയിരിക്കും ഇൻറ്റീരിയർ പോയിൻ്റ്. 2x - 2 = 2 x1 കിട്ടി. ഇത് -6y + 6 0 കൊടുത്തു കഴിയുമ്പം y1 കിട്ടി. 1, 1 ഇത് ഇൻറ്റീരിയർ പോയിൻ്റ്. അപ്പോൾ ഒരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ തന്നെ ഉള്ളതല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ തെറ്റാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓരോ ബൗണ്ടറിയിലും OA, AB, BC, CO നമുക്ക് പോയിൻറ്റ്സ് നോക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അബ്സല്യൂട്ട് എസ്റ്റിമം മാക്സിമം മിനിമം പോയിൻറ്റ്സ് ഉണ്ടാവണത് ബൗണ്ടറിയിലുണ്ടാവും. ഓരോ വെർട്ടിസസിലും ഉണ്ടാവും. പിന്നെ ഈ വെർട്ടിസിൻ്റെ ബൗണ്ടറിയിലും ഉണ്ടാവും. അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ OA നോക്കും. OA എന്ന് പറഞ്ഞാൽ y = 0 ആണ്. അപ്പോൾ OA എന്ന് വെച്ചാൽ y = 0 ആണ്. നമുക്ക് ഇക്വേഷൻ തന്നിട്ടില്ലേ ഇവിടെ, ആ ഇക്വേഷനിൽ y 0 കൊടുക്കുക. അപ്പോൾ f of xy എന്ന് പറയണതിനെ നമ്മൾ x 0 ആക്കും. y 0 ആക്കിയിട്ട് നമ്മൾ ഒരു വേരിയബിളിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇതിൽ നിന്ന് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. 2x - 2 = 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സിൻ്റെ വാല്യൂ 1 കിട്ടി. എക്സിൻ്റെ വാല്യൂ 1 എപ്പോഴാണ് കിട്ടിയത്? y 0 കൊടുത്തപ്പോൾ. അപ്പോൾ 1, 0 ഇസ് ദ ഇൻറ്റീരിയർ പോയിൻ്റ് ഓൺ OA. OA എന്ന് പറയണ ലൈനിലുള്ള പോയിൻ്റാണ് 1, 0. നമുക്ക് മാക്സിമം മിനിമം പോയിൻ്റ് ആവാൻ സാധ്യതയുള്ളതാണ്. ഇനി എല്ലാം AB നോക്കാം. AB എന്ന് പറയുമ്പം ലൈൻ്റെ ഇക്വേഷൻ x = 2 ആണ്. ക്വസ്റ്റ്യനിലേക്ക് ഇക്വേഷൻ 1ലേക്ക് എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എക്സിന് പകരം 2 ഇട്ട് കൊടുത്തു. നമുക്കൊരു ഇക്വേഷൻ കിട്ടി. -3y² + 6y. y ഉള്ള ഒരു ഇക്വേഷൻ കിട്ടി. അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ കിട്ടും. ഡെറിവേറ്റീവ് കണ്ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ -3y² - 6y + 6 = 0. വൈയുടെ വാല്യൂ 1 കിട്ടി. അപ്പോൾ 1 കിട്ടിയത് എപ്പോഴാണ്? എക്സിന് 2 കൊടുത്തപ്പോൾ. 2, 1 ഈസ് ദ പോയിൻ്റ് ഓൺ AB. ABയിൽ ഒരു പോയിൻ്റാണ് 2, 1. അപ്പോൾ തെറ്റുണ്ടോയെന്ന് അറിയാനായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. 2, 1 ആ പോയിൻ്റ് അല്ലേന്ന്. അപ്പോൾ നമുക്കറിയാൻ പറ്റും. അടുത്തത് എലോങ് BCയുടെ ലൈൻ എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = 2 ആണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ട എക്സിൻ്റെ വാല്യൂ കിട്ടും. ഡെറിവേറ്റീവ് കണ്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. കിട്ടി. x = 1 കിട്ടി. എപ്പോഴാണ് 1 കിട്ടിയത്? y2 വരുമ്പോൾ. അപ്പോൾ 1, 2 ഈസ് എ പോയിൻ്റ് ഓൺ BC. ഇനി COൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x = 0 ആണ്. ക്വസ്റ്റ്യനിലേക്ക് f of xyയിൽ 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്കിത് കിട്ടി. ഇതിൽ നിന്ന് വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ 0, 1 ഈസ് ദ പോയിൻ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ പോയിൻ്റ് എല്ലാം ഇവിടെ എഴുതി വയ്ക്കുക. ആദ്യം ഇൻറ്റീരിയർ പോയിൻ്റ് എന്നും പറഞ്ഞ് കിട്ടിയ 1, 1, പിന്നെ 1, 0, അങ്ങനെ എല്ലാം ഓരോ ഇതിൽ കിട്ടിയത് നേരെ എഴുതാം. അതുകൂടാതെ ബൗണ്ടറി പോയിൻറ്റ്സും എഴുതാം. ഈ ബൗണ്ടറി പോയിൻറ്റ്സ് ഇല്ലേ, 4 ഇതുള്ളത് 0, 0, 0, 2, 2, 2, 2, 0. എന്നിട്ട് അതെല്ലാനും ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1, 1 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 2 കിട്ടി. ഇങ്ങനെ എല്ലാം കിട്ടി. ഇതിൽ ഏറ്റവും കൂടുതലുള്ള വാല്യൂ ആണ് മാക്സിമം വാല്യൂ. 3 ആണ് മാക്സിമം വാല്യൂ. അതെപ്പോഴൊക്കെയാണ് വരിക? 2, 1ഉം 0, 1ലും. ഏറ്റവും കുറഞ്ഞ വാല്യൂ -1 ആണ്. അതെപ്പോഴാണ് വരിക? 1, 0ലും
പിന്നെയോ 1 2 അപ്പോൾ അത് എഴുതാം. അബ്സല്യൂട്ട് മാക്സിമം, ഏറ്റവും മാക്സിമം വാല്യൂ ആണ് അബ്സല്യൂട്ട് മാക്സിമം. എല്ലാ മാക്സിമം വാല്യൂവിലും ഏറ്റവും മാക്സിമം വാല്യൂ. അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഈസ് 3 വിച്ച് ഒക്കർ അറ്റ് 2 1 ആൻഡ് 0 1. ആൻഡ് അബ്സല്യൂട്ട് മിനിമം എവിടെ വരുന്നത് -1 ആണ്. അതും ആ പോയിൻറ്റും എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് കിട്ടും. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്. ഇവിടെ പോയിൻ്റ് അല്ല തന്നിട്ടുള്ളൂ. ഓൺ ദ ട്രയാങ്കുലർ റീജിയൻ ആണ്. ഫസ്റ്റ് കോർണർ ബൈ ദ ലൈൻ x = 0, y = 0 ആൻഡ് y = 9 - x. അപ്പോൾ ഇത് ഫിഗർ വരയ്ക്കേണ്ടി വരും കേട്ടോ. ഇങ്ങനെ x = 0, y = 0, y = 9 - x. ഇതിന് പോയിൻറ്റ്സ് എടുത്ത് വരയ്ക്കുക. വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വാല്യൂ ഉണ്ടോ എന്ന് നോക്കാം. f(x, y) ഇതാണ്. f(x, f(y) കാണാം. 0 ആയിട്ട് കീറ്റ് ചെയ്യുക. ഇൻറ്റീരിയറിൽ വാല്യൂ കിട്ടി 1 2 കിട്ടി. ഇനി ഓരോന്ന് കാണാം. y = എലോങ് OA നോക്കാം. OA എന്ന് വെച്ചാൽ y = 0 ആണ്. എലോങ് BO നോക്കുമ്പോൾ x = 0 ആണ്. എലോങ് OA നേരത്തെ പോലെ തന്നെ y-ക്ക് 0 കൊടുത്തപ്പോൾ ഇത്രയും കിട്ടി. 1 0 എന്ന് പറഞ്ഞ പോയിൻ്റ് വന്നു. അത് ചെയ്ത് നോക്കണം കേട്ടോ. അത് കഴിഞ്ഞ് എലോങ് BA എന്ന് പറയുന്നത് x = 0 ആണ്. അതും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ഡെറിവേറ്റീവ് കെറ്റ് 0 കൊടുത്തു കഴിയുമ്പോൾ കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ കിട്ടി. അപ്പോൾ 0 2 കിട്ടി ഇവിടെ. പിന്നെ എലോങ് AB. എലോങ് BBയുടെ ഇക്വേഷൻ എന്താ? എലോങ് ABയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y = AB, y = 9 - x ആണ്. അപ്പോൾ ഒറ്റ വേരിയബിൾ ആക്കിയാലേ നമുക്ക് പറ്റുള്ളൂ. y-ക്ക് പകരം 9 - x കൊടുത്തു. നേരെ ക്വസ്റ്റ്യനിലേക്ക് y ഉള്ളിടത്തെല്ലാം 9 - x കൊടുത്തു. സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. ഇതിൻ്റെ ഡെറിവേറ്റീവ് =0 കൊടുക്കുമ്പോഴാണ് നമുക്ക് കറസ്പോണ്ടിങ് എക്സിൻ്റെ വാല്യൂ കിട്ടുക. കിറ്റ് ചെയ്തപ്പം എക്സിൻ്റെ വാല്യൂ 4 കിട്ടി. എപ്പോഴാണ് എക്സിൻ്റെ വാല്യൂ 4 കിട്ടിയത്? വൈയുടെ വാല്യൂ 9 - x കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ കിട്ടിയിട്ടില്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 ഇവിടെ കൊടുക്കുമ്പോൾ വൈക്ക് കറസ്പോണ്ടിങ് വാല്യൂ കിട്ടി 5 കിട്ടി. 4 5. ഇനി എല്ലാ പോയിൻറ്റും എടുത്തെഴുതി ഇപ്പോൾ കിട്ടിയത്. കൂടാതെ ഏത് പോയിൻറ്റും കൂടി വേണം? വെർട്ടെക്സിൽ ഇപ്പോൾ കിട്ടിയ വാല്യൂസും എല്ലാം വേണം. പിന്നെ ഈ വെർട്ടെക്സിലെ പോയിൻറ്റ് 0 0 9 0 0 9 ഈ പോയിൻറ്റും കൂടി വേണം. ഇതെല്ലാം എടുത്തെഴുതാം. എന്നിട്ട് ഇതെല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. എടുക്കുക. ഇതിൽ മാക്സിമം വാല്യൂ ഏതാ? 7 ആണ്. അപ്പോൾ ഇതാണ് അബ്സല്യൂട്ട് മാക്സിമം. മിനിമം വാല്യൂ -61. ഇതാണ് അബ്സല്യൂട്ട് മിനിമം. എപ്പോഴാണ് വാല്യൂ വരുന്നത്? 9 0. അപ്പോൾ അതാണ് വരിക.